പ്രഗ്നൻസി ടെസ്റ്റ് വളരെ നേരത്തെ ചെയ്യുന്നവരെയും വളരെ ലേറ്റ് ആയിട്ട് ചെയ്യുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നേരത്തെ ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നേരത്തെ ചെയ്തതുകൊണ്ട് നെഗറ്റീവായിട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രഗ്നൻ്റ് അല്ലെങ്കിൽ പോലും ഇവാപറേഷൻ ലൈനോ ഫെയിൻ ലൈനോ ഒക്കെ ആയിട്ട് അത് പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഏത് തന്നെ ആയാലും ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവാൻ പാടില്ലാത്ത സ്ട്രെസ്സ്, ഫാൾസ് ഹോപ്പ്, അതേപോലെ ഡിസപ്പോയിൻമെൻറ്റ്സ്, ആൻസൈറ്റി ഒക്കെ ഉണ്ടാവാനായിട്ട് ഇത് കാരണമാവുന്നുണ്ട്. ഇനി വളരെ ലേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഡിലേഡ് ആൻറ്റിനാറ്റൽ കെയർ. ആ ഒരു സമയത്ത് അമ്മക്കും ഭ്രൂണത്തിനും കിട്ടേണ്ട കെയർ, ഇമോഷണൽ സപ്പോർട്ട് ആയാലും ഡയറ്റിലുള്ള ചേഞ്ചസ് ആയാലും മെഡിസിൻസ് ആയാലും അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഡിലേ ആവാണ്. രണ്ടാമത്തെ കാര്യം, എക്ടോപിക് പ്രഗ്നൻസി ആണെങ്കിൽ, അതായത് വളരുന്ന ഭ്രൂണം ഗർഭപാത്രത്തിലല്ല മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അത് അറിയാനായിട്ട് ലേറ്റ് ആവുകയാണ്. സമയത്തിന് അറിഞ്ഞിരുന്നെങ്കിൽ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാമായിരുന്ന ഒരു കാര്യം നമ്മൾ ഇത് ഡിലേ ആയതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ PCOD ഒക്കെ ഉള്ള ആളുകളാണ് ഇങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആവുക. കാരണം അവർക്ക് ഓൾറെഡി പീരീഡ്സ് ഇറഗുലർ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് പീരീഡ്സ് ലേറ്റ് ആവുന്നത് വെച്ചിട്ട് അൺനെസസറി ആയിട്ട് മെഡിസിൻസ് എടുക്കാനും ഒക്കെ സാധ്യതയുണ്ട്.